എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഈ ചക്ക വിളയിച്ചതൊക്കെ എടുക്കണ പോലെ തന്നെ നേന്ത്രപ്പഴം വിളയിച്ചിട്ട് എടുക്കണ ഒരു പരിപാടിയുടെ ചെയ്യാൻ പോകുന്നത്. അപ്പം നല്ല തൊണ്ട് കറുത്ത് നല്ല പഴുത്ത പഴമാണ്. അപ്പം ഞാൻ സാധാരണ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കളയാറാണ് പതിവ്. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ നിന്ന് കുറച്ച് പഴം കൊണ്ടുവന്നത് ശരിക്കും പഴുത്ത് നല്ലോണം അങ്ങോട്ട് കറുത്ത് പോയി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഉണ്ടാക്കി നോക്കിയത്. പൂവൻ പഴം വച്ചിട്ടും ചെയ്യാം. ഞാൻ പൂവൻ പഴം വച്ചിട്ടും ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ ദാ ഒരു 3 നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നെയ്യ് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നെയ്യ് ഇതിൽ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ശരിക്കും ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വെച്ച് ഉണ്ടാക്കണതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അടുക്കി പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നെയ്യിലിട്ട് ഈ പഴത്തിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം ആദ്യം കുറച്ച് സമയം. അതിന് ശേഷം ഇതിനകത്തേക്ക് മധുരത്തിന്, അപ്പോൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ അടയൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് റാഗിപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ചക്കട ഉണ്ടാക്കണ പോലെ നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അട ഉണ്ടാക്കാനും ആണെങ്കിൽ മധുരം കുറഞ്ഞാലും നമുക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്താൽ മതി. അതല്ല വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് മധുരം കൂടുതൽ വേണമല്ലോ. അപ്പോൾ ഞാനൊരു 4 അച്ച് ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നൂൽപ്പരുവൊന്നും ആവണ്ട, കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് ഉരുക്കി എടുത്താൽ മതി. അപ്പോൾ അതിനെ ഇതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഴം ആ ശർക്കര വെള്ളത്തിൽ കിടന്ന് വേവും. നല്ല പഴുത്ത പഴമാണെങ്കിൽ മാത്രമാണ് ആ ശർക്കര വെള്ളത്തിൽ കിടന്നിട്ട് ഇതേപോലെ ആയി വരുള്ളൂ കേട്ടോ. അതല്ല പഴുപ്പ് കുറഞ്ഞ് നമ്മൾ കഴിക്കാനൊക്കെ എടുക്കുന്ന പഴമാണെന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. എണ്ണയിലിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി ഒന്ന് ഇതായതിന് ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നല്ലോണം പഴുത്തിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ആ ശർക്കരപ്പാനിയിലെ വെള്ളം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലോട്ട് കൊണ്ടുവരരുത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചേക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിനകത്തേക്ക്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ കപ്പലണ്ടി വറുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരണ്ട് വന്നോളൂ. അപ്പോൾ ഇതാ ഞാനൊരു 1/4 കപ്പ് കപ്പലണ്ടി വറുത്ത് തൊലി കളഞ്ഞിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇത് കടിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടി, ജീരകപ്പൊടി, ചുക്കുപൊടി ഏത് വേണമെങ്കിലും ഒരെണ്ണം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതിനെങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇത് വച്ചേക്കാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ വെള്ളം വറ്റി നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്ന രീതി വരെ വഴറ്റണം. അതല്ല നമുക്ക് അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ നമുക്കിത് ഈ രീതിയിൽ തന്നെ എടുക്കാം. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കി ഇന്ന് തന്നെ അടയൊക്കെ ഉണ്ടാക്കണവരാണെങ്കിൽ ഈ രീതിയിൽ മതി. ഞാൻ അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ അട ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിന്നെ നന്നായിട്ടൊന്ന് വരട്ടാം. അതിനകത്തേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ ഒരു 5 ഏലക്ക പൊടിച്ചതാട്ടോ. അപ്പോൾ ഈ പഴത്തിൻ്റെ വരട്ടുമ്പോൾ ഒരു ചെറിയൊരു പഴത്തിൻ്റെ സ്മെല്ലുണ്ടാകും. അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ചുക്കിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. ജീരകം ഞാൻ ചേർക്കണില്ല, ജീരകം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ മൊത്തം 5 ടേബിൾ സ്പൂണാണ് നെയ്യ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ വരട്ടുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഹൽവ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്തേക്ക് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ അരിപ്പൊടിയോ ഒക്കെ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ മാത്രം. കാരണം അതിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വരട്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തണുപ്പിച്ച് കഴിഞ്ഞാൽ ഹൽവയായിട്ട് മുറിച്ച് കഴിക്കാം. അപ്പോൾ അതാ ഏകദേശം ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം വറ്റണ വരെ വരട്ടിയെടുത്താൽ കുറേ ദിവസം കേടുകൂടാണ്ടിരിക്കുക. ഞാനൊരു 15 ദിവസത്തോളമൊക്കെ പുറത്ത് തന്നെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് വെച്ചിട്ടാണ് ഞാൻ അടയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ പഴം വരട്ടിയത് റെഡി. ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അരമണിക്കൂറേ ആയിട്ടുള്ളൂ. അരമണിക്കൂറിൽ തന്നെ ഇത് ശരിയായി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഇതിങ്ങനെ ഉണ്ടയിട്ട് ഇതിങ്ങനെ വിട്ട് വരും. ഇതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റാട്ടോ. നല്ല ആ പീനട്ട്സ് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. പീനട്ട്സ് ഒന്നും ഇടാണ്ടും ഇത് വെറുതെ ചെയ്തിടുക. ഇതൊക്കെ ഞാൻ വെറുതെ കുറച്ച് പീനട്ട്സ് അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. കാഷ്യൂ കിസ്മിസ് ഏത് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കിസ്മിസൊക്കെ ചേർക്കുമ്പോൾ ശർക്കരയുടെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇത് ഒരുപാട് വെള്ളം വറ്റാണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറക്കരുത്, ഇത് ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വരട്ടിയത്.
നമ്മുടെ പഴം വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഒരു നെയ്മയം പുരട്ടിയ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതിനെ നന്നായിട്ടൊരു പാത്രത്തിൽ നിരത്തിയിട്ട് നന്നായിട്ട് പുറത്ത് തന്നെ വെച്ചിട്ട് തണുപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മീതേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പീനട്ട്സ് പൊട്ടിച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഒരു കാരണവശാലും കുട്ടികൾ ഇത് കഴിക്കാണ്ടിരിക്കില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ്. അത് പഴത്തിൻ്റെ ഒരു സ്മെല്ല് പോലും ഇതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ച് അട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ ഇത് അടയ്ക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ തന്നെ ഇത് തീർക്കുമെന്ന് തോന്നണേ. റാഗിപ്പൊടി വെച്ചിട്ടാട്ടോ ഞാൻ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയത്. അതിന് മുന്നേ ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല ടേസ്റ്റാണ്. അട അല്ലാണ്ട് നമുക്കിതിനെ കുഴച്ചിട്ട് ഇങ്ങനെ പരത്തി വട്ടയപ്പം പോലെ ഇങ്ങനെ പുഴുങ്ങി ആവിയിൽ പുഴുങ്ങിയും ഇടുക. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഈ പഴം വിളയിച്ചത് ഇനി വീട്ടിൽ കളയാനുള്ള ചെറുപഴം ആയിക്കോട്ടെ. ഇപ്പോൾ ഞാലിപ്പൂവൻ പഴം ആകുമ്പോൾ കുറച്ചൊരു പുളിപ്പുരസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഇടുമ്പോൾ ശർക്കരയുടെ അളവ് കൂട്ടേണ്ടി വരും. അതിന് പകരം പൂവൻ പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം, ഇത് 2 പഴമായി കഴിഞ്ഞാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് പഴുത്ത് പോയി കഴിഞ്ഞ് എടുത്ത് കളയരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.